ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 7ൻ്റെ സയൻസ് ചാപ്റ്റർ 7 വെതർ, ക്ലൈമറ്റ് ആൻഡ് അഡാപ്റ്റേഷൻസ് ഓഫ് ആനിമൽസ് ടു ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പം ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ടോപ്പേഴ്സ് നിങ്ങൾ കയറി കാണണം. അവിടെയാണ് ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഇടുന്നത്. അപ്പോൾ അതും കൂടി കാണുക. അതുപോലെ തന്നെ അവിടെ മാത്സിൻ്റെ ചാപ്റ്റർ വൈസ് എക്സർസൈസ് ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ വെതറിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ദ വെതർ ഓഫ് എ പ്ലേസ് ചേഞ്ചസ് ഡേ ആഫ്റ്റർ ഡേ ആൻഡ് വീക്ക് ആഫ്റ്റർ വീക്ക്. ദാറ്റ് ഈസ് വൈ വി ഓഫൺ സേ ടുഡേയ്സ് വെതർ ഈസ് ടു ഹ്യൂമിഡ് ഓർ ദ വെതർ വാസ് വാം ലാസ്റ്റ് വീക്ക്. അതായത് വെതർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനെയൊക്കെയാണ്? ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, റെയിൻഫോൾ എക്സെട്ര അല്ലേ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. നമ്മളിപ്പോൾ പറയാം ദാറ്റ് ഈസ് വൈ വി ഓഫൺ സേ ടുഡേയ്സ് വെതർ ഈസ് ടു ഹ്യൂമിഡ്. നമ്മൾ പറയും ചില ദിവസത്തെ വെതർ കാലാവസ്ഥയ്ക്ക് നമ്മൾ പറയും ഇന്നെന്തൊരു ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവി അല്ലേ, ഭയങ്കര ആവി, ഉഷ്ണമായിരിക്കും. അതായത് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഹ്യൂമിഡിറ്റി എന്താണ്? ഹ്യൂമിഡ് എന്താണ്? ഈർപ്പം. അന്തരീക്ഷത്തിൽ ഒരുപാട് ഈർപ്പം വരുമ്പോഴാണ്, അതായത് എയറിൽ ഒരുപാട് ഈർപ്പം വരുമ്പോഴാണ് നമുക്ക് ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്നെന്തൊരു ആവിയാണെന്ന് പറയാം അല്ലേ. ഓർ ദി വെതർ വാസ് വാം ലാസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാളിലും ചൂട് കൂടുതലാണെന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാം അല്ലേ. അല്ലാതെ നമ്മൾ എന്താ പറയുക, സാധാരണ നമ്മൾ പറയുന്നത് ഇപ്പം ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അതായത് ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ പോകുമ്പോൾ നമുക്ക് സാധാരണ ജലദോഷം പിടിക്കുക അല്ലെങ്കിൽ പനി പിടിക്കുക അങ്ങനെയൊക്കെ വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പറയുക? അവിടുത്തെ വെതർ കണ്ടീഷൻ മോശമായതുകൊണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ പറയാറുള്ള എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെയാണ് അല്ലേ എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേങ്കിൽ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ വെതറിനാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ദി വെതർ ഈസ് സച്ച് എ കോംപ്ലക്സ് ഫിനോമിനൻ ദാറ്റ് ഇറ്റ് ക്യാൻ വേരി ഓവർ വെരി ഷോർട്ട് പീരീഡ്സ് ഓഫ് ടൈം. ഇറ്റ് ക്യാൻ ഹാപ്പൻ സംടൈംസ് ദാറ്റ് ഇറ്റ് ഈസ് സണ്ണി ഇൻ ദി മോർണിംഗ് ബട്ട് സഡൻലി ക്ലൗഡ്സ് അപ്പിയർ ഫ്രം nowhere and it starts raining heavily. Or a heavy rain may vanish in a matter of minutes and give way to bright sunshine. You must have had several such experiences. Try to recall any such experience and share it with your friends. Since weather is such a complex phenomenon, it is not easy to predict. വെതർ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫിനോമിനനാണ്. അത് അത്ര ഈസി അല്ല പ്രഡിക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ദ വെതർ ഈസ് സച്ച് എ കോംപ്ലക്സ് ഫിനോമിനൻ ദാറ്റ് ഇറ്റ് ക്യാൻ വാരി ഓവർ വെരി ഷോർട്ട് പീരീഡ്സ് ഓഫ് ടൈം. അതായത് പെട്ടെന്ന് തന്നെ മറിയുന്നതാണ് ഈ വെതർ എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു സമയം മതി. അതായത് അല്ലാണ്ട് ക്ലൈമറ്റ് പോലെ ലോങ് പീരീഡൊന്നും അതിനാവശ്യമില്ല. ഒരു ചെറിയൊരു സമയം മതി വെതർ മറിയാനായിട്ട്. It can happen sometimes that it is sunny in the morning but suddenly clouds appear from nowhere and it starts raining heavily. അതായത് രാവിലെ നല്ല വെയിലായിരിക്കും. അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് അല്ലേ. രാവിലെ നല്ല വെയിലായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എവിടെയെങ്കിലും ക്ലൗഡ്സ് അപ്പിയർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ. Or heavy rain may vanish in a matter of minutes and give way to bright sunshine. അതുപോലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് ഡിസപ്പിയർ ആയിട്ട് നല്ല വെയിൽ തെളിയുന്നത്. ഓക്കെ, യു മസ്റ്റ് ഹാവ്, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടി നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫിനോമിനനാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദി ഗ്രാഫ് ഗിവൺ ബിലോ വിച്ച് ഷോസ് ദി മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡഡ് ഡ്യൂറിങ് 3rd August 2006. ഇത് ഈ ഒരു സമയം, അതായത് ഈ ഒരു പീരീഡ് പറഞ്ഞിരിക്കുന്നത് 2006 ടു ഓഗസ്റ്റിലൊക്കെ ഡേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്നത്തെ ഒരു
പ്രിൻ്റ് ചെയ്ത ഒരു പുസ്തകം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. സോ അതാണ് അന്നത്തെ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നത്. ഷില്ലോങ്ങിലെയും മേഘാലയയിലെയും ഒക്കെ കാര്യങ്ങളാണ് പറയുന്നത്. സോ അത് നമുക്ക് ഇപ്പോൾ അത്ര വർഷത്തെ പുറകിലത്തെ ഒന്നും കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ വെതർ ചേഞ്ച് ആകുന്നത്. ആസ് ഇറ്റ് ക്ലിയർ ഫ്രം എനി വെതർ റിപ്പോർട്ട് ദി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ആർ റെക്കോർഡഡ് എവറി ഡേ. അതായത് നമ്മൾ കഴിഞ്ഞ ഹീറ്റിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് വെതർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് മാക്സിമം മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു തെർമോമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് വെതർ റിപ്പോർട്ട് പറയുന്നത്. കാലാവസ്ഥയിലൊക്കെ അതായത് ന്യൂസ് പേപ്പറിലായാലും അല്ലെങ്കിൽ ന്യൂസ് ബുള്ളറ്റിനിലായാലും ഒക്കെ അതാണ് പറയുന്നത്. മാക്സിമം മിനിമം ടെമ്പറേച്ചർ വെച്ചിട്ട് വെതർ രേഖപ്പെടുത്തിയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരു ദിവസത്തെ ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചൂട് കൂടിയ സമയം, ഒരു ദിവസത്തെ ഏറ്റവും ചൂട് കൂടിയ സമയം എന്ന് പറയുന്നത് ഏതാണ്? നട്ടുച്ചയാണ് അല്ലേ, 12 noon. ഓക്കെ, അതുപോലെ ചൂട് കുറഞ്ഞ സമയം എന്ന് പറയുന്നത് എന്താണ്? ഏർലി മോർണിംഗ് ആണ് അല്ലേ. അതിരാവിലെ ആയിരിക്കും ഏറ്റവും ചൂട് കുറഞ്ഞ സമയം, നട്ടുച്ചയാണ് ഏറ്റവും ചൂട് കൂടിയ സമയം. അപ്പോൾ ഈ രണ്ട് സമയത്തെ ഈ ടെമ്പറേച്ചർ എടുത്തിട്ടാണ്, മാക്സിമം മിനിമം ടെമ്പറേച്ചർ എടുത്തിട്ടാണ് അന്നത്തെ വെതർ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, ഓൾ ചേഞ്ചസ് ഇൻ ദി വെതർ ആർ കോസ്ഡ് ബൈ ദി സൺ. ദി സൺ ഈസ് എ ഹ്യൂജ് സ്ഫിയർ ഓഫ് hot gases at a very high temperature. The distance of the sun from us is very large. Even then, the energy sent out by the sun is so huge that is the source of all heat and light on the earth. So the sun is the primary source of energy that causes changes in the weather. Energy absorbed and reflected by the earth's surface, oceans and the atmosphere play important roles in determining the weather at any place. If you live near the sea, you would have realized that the weather at your place is different from that of a place in a desert or near a mountain. All changes in the weather are caused by the sun. അതായത് വെതറിലുണ്ടാകുന്ന എല്ലാ മാറ്റവും അല്ലെങ്കിൽ എല്ലാ ചേഞ്ചസും നടക്കുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്? സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ദ സൺ ഈസ് എ ഹ്യൂജ് സ്ഫിയർ ഓഫ് ഹോട്ട് ഗ്യാസസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം us ഈസ് വെരി ലാർജ്. ഈവൻ ദെൻ ദ എനർജി സെൻഡ് ഔട്ട് ബൈ ദി സൺ ഈസ് സോ ഹ്യൂജ് ദാറ്റ് ഇറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ഓൾ ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓൺ ദി എർത്ത്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന ഈ എനർജിയിൽ നിന്നാണ് നമുക്ക് ഹീറ്റും ലൈറ്റും എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഭൂമിയിലേക്ക് ചൂട് വരുന്നതും വെളിച്ചം വരുന്നതും എല്ലാം അല്ലേ. ഇതെല്ലാം അതായത് ഭൂമിയിൽ എന്ത് ചേഞ്ചസ് ഉണ്ടായാലും അതെല്ലാം സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ദ സൺ ഈസ് ദി പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ദാറ്റ് കോസസ് ചേഞ്ചസ് ഇൻ ദി വെതർ. അതുകൊണ്ട് തന്നെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയുടെ ഉറവിടം എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ വെതറിലുണ്ടാകുന്ന എല്ലാ ചേഞ്ചസും സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എനർജി അബ്സോർബ്ഡ് ആൻഡ് റിഫ്ലക്റ്റഡ് ബൈ ദ എർത്ത് സർഫസ്, ഓഷൻസ് ആൻഡ് ദി അറ്റ്മോസ്ഫിയർ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ഡിറ്റർമൈനിങ് ദി വെതർ അറ്റ് എനി പ്ലേസ്. അതായത് ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ എനർജി അബ്സോർവ് ചെയ്യുന്നതിൽ നിന്നും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഓരോ പ്രദേശത്തും ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഒരു ഓഷ്യൻ്റെ അടുത്ത് താമസിക്കുക അല്ലെങ്കിൽ സീയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു ടെമ്പറേച്ചർ ആയിരിക്കുകയില്ല ഒരു മൗണ്ടൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന എനർജിയെ അബ്സോർവ് ചെയ്യുകയും അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഓക്കെ, What about the times of sunrise and sunset? You know that in winters it becomes dark early and you do not get much time to play. Are the days shorter in winter than in summer? Try to find it out yourself by completing the project given at the end of the chapter. അതായത് ഇപ്പോൾ ഒരു നവംബർ മാസമൊക്കെ ആകുന്ന സമയത്ത് നവംബറോടുകൂടി
നിങ്ങൾക്ക് മനസ്സിലാകും ഡാർക്ക് നേരത്തെ അനുഭവപ്പെടാൻ തുടങ്ങും അല്ലേ. അതായത് നേരത്തെ ഇരുട്ടാൻ തുടങ്ങും. ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5:50 5:45 കഴിയുമ്പോൾ മുതലേ പതുക്കെ പെട്ടെന്ന് ഇരുളാൻ തുടങ്ങും അല്ലേ. വാട്ട് അബൌട്ട് ദി ടൈംസ് ഓഫ് സൺറൈസ് ആൻഡ് സൺസെറ്റ്? യു നോ ദാറ്റ് ഇൻ വിൻറ്റേഴ്സ് ഇറ്റ് ബിക്കംസ് ഡാർക്ക് early ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് മച്ച് ടൈം ടു പ്ലേ. അതായത് വിൻ്റർ സമയമാകുന്ന സമയത്ത് ഡാർക്ക് നേരത്തെ അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് മതിയായ സമയമൊന്നും കളിക്കാനൊന്നും കിട്ടില്ല അല്ലേ. ഒരു 5:45 കഴിയുമ്പോൾ മുതലേ ഇരുണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് കളിക്കാനൊന്നും പറ്റില്ല. അതേസമയം സമ്മർ സീസൺ ആകുമ്പോഴോ അതിൻ്റെ അർത്ഥം ആർ ദ ഡേയ്സ് ഷോർട്ടർ ഇൻ വിൻ്റർ ദാൻ ഇൻ സമ്മർ. അതായത് ഡേയ്സ് വിൻ്റർ കാലങ്ങളിൽ, അതായത് നല്ല തണുപ്പ് കാലമാകുമ്പോൾ ദിവസം ചെറുതാകുകയും സമ്മർ കാലമാകുമ്പോൾ ദിവസത്തിന് ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു എന്നാണോ? അങ്ങനെയല്ല അല്ലേ. പകൽ കുറയുമ്പോൾ, അതായത് രാത്രി കൂടുന്ന സമയത്ത് പകൽ കുറയുന്നു, അല്ലെങ്കിൽ പകൽ കൂടുന്ന സമയത്ത് രാത്രി കുറയുന്നു. എങ്ങനെയായാലും 24 hours ഒരു ഡേ എന്ന് പറയുന്നത് അല്ലേ. അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ രാത്രി ചില സമയങ്ങളിൽ, അതായത് ഇപ്പം വിൻ്റർ സീസൺ ആകുമ്പോൾ രാത്രിയുടെ ദൈർഘ്യം കൂടിയിരിക്കും, പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ സമ്മർ സീസൺ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പകലിൻ്റെ ദൈർഘ്യം കൂടിയിരിക്കും, രാത്രിയുടെ ദൈർഘ്യം കുറഞ്ഞിരിക്കും. എങ്കിലും എങ്ങനെയായിരുന്നാലും 24 hours എന്ന് പറയുന്നതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിവസം ചെറുതാവുകയോ വലുതാവുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് യുവർ സെൽഫ് ബൈ കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഒരു പ്രോജക്റ്റ് പറയുന്നുണ്ട്, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്